സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധിയുണ്ടെന്നും ചില ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതായും മന്ത്രി സണ്ണി ജോസഫ്. ജൂൺ അവസാനിച്ചിട്ടും ആവശ്യമായ മഴ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂണിൽ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലത്തിന്റെ ലഭ്യത 60% ഇപ്പോൾ 20% കുറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. നാളെ നിയമസഭയിൽ ചട്ടം 300 പ്രകാരം പ്രസ്താവന നടത്തും. 4 തെക്കൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുകയാണ്. കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം വൈദ്യുതി വാങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ വില കൊടുത്ത് പകൽ സമയത്ത് 19 പൈസ കിട്ടുന്ന വൈദ്യുതി രാത്രി നമുക്ക് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാനില്ല. കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന് അതിൻ്റെ നിയമമനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് അപേക്ഷ നൽകി ഹിയറിംഗ് നടത്തി ഇന്നലെ അതിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും. 4-5 ദിവസം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ചില ദിവസങ്ങളിലുണ്ടായിരുന്നു 16. ചില ദിവസങ്ങൾ ഞാൻ നിയമസഭയിലും ആ ദിവസങ്ങളിൽ വെച്ച് വ്യക്തമാക്കിയതാണ്. നാളെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച ഒരു റൂൾ 300 അനുസരിച്ചുള്ള ഒരു എക്സ്പ്ലനേഷന് ഞാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുമതി ലഭിക്കുകയാണെങ്കിൽ നിയമസഭയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് തുടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വെള്ളത്തിന് ലഭ്യത കുറയുക മാത്രമല്ല, ചൂട് കൂടും. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയത് നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങൾ ചെറുതായിട്ടുണ്ടായി. അത് പരിഹരിക്കാനുള്ള സത്വര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.